തല്ലിയാലും കൊന്നാലും എനിക്ക് മറിച്ചൊന്നും പറയാനല്ല സാറേ. 22-ാം തീയതി രാവിലെ ഞാൻ മേഴ്സിക്കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാനാ. വില കൊണ്ട് ഒത്തില്ല. പിന്നെ ഞാൻ നേരെ കോതോക്കലത്തേക്ക് പോയി. അവിടെ വേറൊരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ സൈബർ സാറിന്റെ. ഇത് നമ്മുടെ വയറ്റുപഴമല്ലേ സാറേ. മേഴ്സി എനിക്ക് പെങ്ങളെ പോലെയായിരുന്നു സാറേ. ഞാൻ അവളെ കൊല്ലൂല. ഇനി എന്നെ തല്ലല്ലേ സാറേ. കേട്ടില്ലേ? 2 ആഴ്ച ചോദ്യം ചെയ്തിട്ടും അവ ഇത് തന്നെ പറയണം. അയാൾ ഇത് തന്നെയാണ് പറയുന്നതെന്നാണോ ഇത് മാത്രമാണ് പറയുന്നതെന്നാണോ? ഓൾമോസ്റ്റ് വേർഡ് ബൈ വേർഡ്. വൈ? Then he is lying. തെറ്റ് ചെയ്യാത്ത ഒരാളെയാണ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അയാൾ ചൂടാവും, അതല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൂട്ടിച്ചേർത്ത് അയാൾ സ്റ്റേറ്റ്മെന്റ് കൺവിൻസിംഗ് ആക്കും. ഹി ഈസ് റിപ്പീറ്റിംഗ് ദ സെയിം തിങ് മീൻസ് ഇറ്റ്സ് ബിൻ റിഹേഴ്സ്ഡ്. അദ്ദേഹത്തിൻ്റെ ടൊണാലിറ്റിയിലും പ്രോബ്ലംസ് ഉണ്ട്. സോ യു തിങ്ക് ഹി ഈസ് ദ ക്രിമിനൽ? ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരാൾ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുന്നു. അത് കള്ളമാവാം, സത്യമാവാം. എൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക്. രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? ആണെന്നുള്ളതാണ് സത്യം. മുഖങ്ങൾ മാറും, പാറ്റേൺ റിപ്പീറ്റ്സ്. എടാ, ഇത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യണം. പല കേസുകൾക്കും ഇത് ഹെൽപ്ഫുൾ ആവും. പിന്നെന്താ, പൈസ തന്നാൽ മതി. അല്ല, എന്താ ഇനി പ്ലാൻ? ഇവിടെ തന്നെ ഉണ്ടാവോ അതോ പഴയ പോലെ ഓടിപ്പോവും? അതറിയാമായിരുന്നെങ്കിൽ ലൈഫ് എന്തൊരു ബോറായി പോയാണ്. അവനൊറ്റ ചവിട്ടിനും ഇവിടെ ഞാൻ വരണോ? പോലീസ് ആദ്യത്തെ പൊക്കി കാണും. ഫ്രോഡല്ലേ? വള്ളിനിക്കരായിട്ട് വരുന്നുണ്ടില്ലേ? ഡോക്ടർ സണ്ണിയുടെ കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ പറ്റിക്കാന്ന് വിചാരിച്ചു. എൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോകാണെന്ന് പറഞ്ഞിരിക്കാം മാലിന്. ഉള്ള ഡോക്ടർ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറ അവളോട്. ആ, മോർണിംഗ്. മോർണിംഗ്. ഇതൊക്കെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സ്. ഡെന്നി, ഷിബു, പ്രിയൻ. ഹായ്. ഇവർക്ക് ഇവിടെ നല്ലൊരു ഉഗ്രൻ റിസോർട്ട് ഉണ്ടാ. ഓ, ഇസ് ഇറ്റ്? യു ഷുഡ് വിസിറ്റ് സം ടൈം. ഡെഫിനറ്റ്ലി, നെക്സ്റ്റ് ടൈം. അപ്പോൾ ശരി. എടാ, നീ നാളെ വീട്ടിൽ വരില്ലേ? എടാ ഒരു മിനിറ്റ്. നീ എന്നെ മൊബൈലിൽ കാണിച്ച കക്ഷിയായിട്ടൊരു മീറ്റിംഗ് നാളെ അറേഞ്ച്. ഇത് നമ്മളെ വലയ വീട്ടാനുള്ള പുതിയ നമ്പർ അല്ല, ഇത് കമ്മീഷണർ തന്നെ. ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട്. സ്കൈപ്പില, ടിവിയിൽ. ഓക്കെ, ആകാശ് കുര്യൻ ഏതെങ്കിലും ഒരു കമ്മീഷണർക്ക് പേര് കേട്ടിട്ടുണ്ട്? ദേവൻ IBS ഇന്ത്യൻ ബിരിയാണി സർവീസ്. എന്താ കമ്മീഷണർക്ക് ഇവിടെ? ചില കേസുകൾക്ക് ഞാൻ അവർക്ക് കൺസൾട്ടിങ് ചെയ്യാറുണ്ട്. ആ, പുതിയ തള്ളു വേറെ എന്താ? റിസോർട്ടിലെ പ്രേതമല്ലല്ലോ ഇപ്പം നിങ്ങളുടെ പ്രശ്നം. അതെ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ? വേണ്ട, യു ആർ ഫ്രീ ടു ലീവ്. അല്ല, അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് എങ്ങനെ ശരിയാവണേ? അതെ, പ്രേതത്തിനെ പേടിക്കണ്ട, അതിന് ശക്തി ഇല്ല എന്നൊക്കെ നിങ്ങൾ വലിയ ഡയലോഗ് അടിച്ചിട്ട് പിന്നെ എങ്ങനെ നിങ്ങൾ തള്ളിയിട്ട് ഡയലോഗ് അടിച്ചാൽ നീ എന്ത് ചെയ്യൂടാ? ഇതേ കൊക്കുമാരത്തെ എനിക്ക് ശരിക്കറിയില്ല. എന്താ കാണിക്കണ കോക്ക? കാണിച്ചു. എന്താ പ്രോബ്ലം? ഏയ് ഒന്നുമില്ല അമ്മ, കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ സംഭവം. ഡെന്നിയെ ഞാൻ ചൊറിഞ്ഞു, ഡെന്നി എന്നെ തള്ളി. ഇത് തന്നെ അവിടെ സംഭവിച്ചുള്ളൂ. ഞാൻ അതിനെ ചൊറിഞ്ഞു, അത് റിയാക്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്താ പിള്ളേരെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അതിൽ തീർന്നില്ലേ? ഇവരൊക്കെ തന്നെയല്ലേ പ്രശ്നം. ഞങ്ങളെന്ത് പ്രശ്നം? മമ്മ, ഇവരുടെ റിസോർട്ട് അടിച്ചു മാറ്റാൻ വേണ്ടി ഞാനും മമ്മയും കൂടി അവിടെ പ്രയത്നം ഇറക്കിയെന്നവർ വിചാരിച്ചിരിക്കണേ. അങ്ങനെ വിചാരിക്കുന്നതിൽ ഇപ്പം എന്താ തെറ്റ്? എനിക്കെന്തിനാ പിള്ളേരെ നിങ്ങളുടെ റിസോർട്ട്? നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട മമ്മ, മമ്മ ചിലപ്പോൾ അതിനകത്ത് വിഷം ചേർത്തുണ്ടെങ്കിലോ, അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ. എടാ പിള്ളേരല്ലേ. അതന്നെ. ചായ വേണോ? കാപ്പി മതി. മമ്മ, വിഷം ചേർക്കേണ്ട ഒരു 3 കാപ്പി. Done. നിങ്ങളെക്കുറിച്ച് 100 കഥകളാണല്ലോ ബൈ കേൾക്കുന്നത്. ഓ, എന്താണോ കേട്ടത്? ഞാനും ഡാഗിനിയും തമ്മിൽ എന്തെങ്കിലും ഔഹിതം ഉണ്ടെന്നാണോ? നമ്മുടെ നാട്ടുകാരല്ലേ. എൻ്റെ ലൈഫ് വളരെ സിമ്പിളാണോ? ഇതാണോ സിമ്പിൾ? ഷെർലക് ഹോംസ് ആകാനായിരുന്നു കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ഫ്ലാഷ് ബാക്ക്. അതിനുവേണ്ട സെറ്റപ്പൊന്നും ഓഫനേജിൽ ഇല്ലല്ലോ. കോളേജിൽ വെച്ച് മമ്മയെ പരിചയപ്പെടുന്നത് ഒരു ടേണിംഗ് പോയിന്റ്. ചൂണ്ടിടാൻ ബെസ്റ്റാ. ക്രൂയിസിൽ ജോയിൻ ചെയ്യുന്നത് വേറൊരു ടേണിംഗ് പോയിന്റ്. ഇപ്പം നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടത് പുതിയൊരു ടേണിംഗ് പോയിന്റ്. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങളും. ടേണിംഗ് പോയിന്റ് പെരുന്നാളാണല്ലോ. കപ്പലിൽ എന്തായിരുന്നു ജോലി? കപ്പിത്താൻ. ഇതൊക്കെ തന്നെ. പ്രോഗ്രാം, ഷോസ്, കുറച്ച് സമയം ജോലി, കൂടുതൽ സമയം യാത്ര, പഠിത്തം, ബുക്സ്, റിസർച്ച്. രസമല്ലേ? മെക്കൽപ ജോൺ. അല്ല, സോറി. അതിനിപ്പോൾ വേറെന്താ പറഞ്ഞ? മെക്കൽപ, സോറി. അത് കാര്യാക്കണ്ട. ഇവൻ ഇടയ്ക്കൊക്കെ എങ്ങനെയാ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനൂപ് മേനോൻ. അവന് ഈ സ്വഭാവ. അതെ, ഇന്നലെ അവിടെ നടന്നൊക്കെ സത്യമാണോ? ശരിക്കും അവിടെ പ്രേതമുണ്ടോ?
നിങ്ങൾക്കതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തെന്തുകൊണ്ടാണെന്നറിയോ? ഇല്ല. ഒരു തിരക്കുള്ള റോഡിൻ്റെ 2 സൈഡിൽ നിൽക്കുക നിങ്ങളോ അവർ. നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ നടുക്കുള്ള ട്രാഫിക് ഇല്ലാതാവണം. നിങ്ങളുടെ ചിന്തയാണ് ഈ ട്രാഫിക്. ഓഹോ, നിനക്ക് വല്ലതും മനസ്സിലായോ? പിന്നെ ട്രാഫിക് ബ്ലോക്ക് അല്ലേ? ഡെന്നി, എന്തോ? എനിക്ക് ആ സുഹാനിസയെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? എന്തിന്? ആ, അതിനെന്താ? സൂംബ ക്ലാസ് ഒക്കെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പട്ടി. ഈ കഥയിലെ കുരുക്കിന്റെ കീ ചിലപ്പോൾ ആ കുട്ടിയുടെ കയ്യിലായിരിക്കും. ഏയ്, അവള് ഭയങ്കര അലമ്പാട്ടോ ഡോൺ. ഓക്കെ, ഞാനിപ്പോ പ്രിയനെ ടച്ച് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ അത് ഫീൽ ചെയ്യുന്നത് അനുജയ്ക്കായിരിക്കും. ഓക്കെ? ഓക്കെ. Did you feel it? നോ. ചമ്മി. Okay. Close your eyes. Close. കൈയടിച്ചേക്ക്, പയ്യനൊന്ന് ചൈൻ ചെയ്യട്ടെ. കള്ളം പറയുന്ന അത്ര നല്ല സ്വഭാവമല്ല അനുജ. ഉറങ്ങിയോ? കഴിഞ്ഞു. എല്ലാം ഓക്കെ ആയിരുന്നില്ലേ? ഉം? ഹായ്. ഈ ഒരാളെ നുള്ളുമ്പോ മറ്റൊരാൾക്ക് എങ്ങനെയാ വേദന എടുക്കുന്നത്? അതിൽ വലിയ സീക്രട്ട് ഒന്നുമില്ല. ഈ ഇരട്ട കുട്ടികളിൽ ഒരാൾ നുള്ളിക്കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേദനിക്കുന്ന കേട്ടിട്ടില്ലേ? ആ. അതുപോലെ എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. വി ഹാവ് ടു ഫിയർ ഇറ്റ് ഔട്ട്, അത്രേ ഉള്ളൂ. പക്ഷേ പ്രിയനും അനുജും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ അല്ലല്ലോ, പിന്നെ എങ്ങനെയാ? എല്ലാം പറഞ്ഞ പിന്നെ അതിൻ്റെ സുഖം പോയില്ലേ? Call it a gift. ഓക്കെ. എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ താല്പര്യമുണ്ടോ സുഹാനസിക്ക്? ഐ മീൻ എ റിയൽ ഹോട്ട് കോഫി. ഇവളെ പരിചയപ്പെടണമെന്ന് അങ്ങേര് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചത്. ഇത് പ്രേതത്തെ പിടിക്കാനൊന്നുമല്ല, പിന്നെ ഇത് മറ്റേത് തന്നെയാ. ആ മൊട്ടത്തലയും മോന്തയും കണ്ട് അറിഞ്ഞൂടെ കോഴിയാണ്. വരുന്നുണ്ട്, ആരും മൈൻഡിയല്ല. ആ, ഞങ്ങൾ അകത്തുണ്ടേ. റൂം ലോക്ക്ഡ് അല്ലല്ലോ? ഓ, പൂട്ടിയിടായിരുന്നു. അല്ല, 2 കോഫി അകത്തേക്ക് എടുത്തു. എൻ്റെ അച്ഛനോട് ചോദിക്കും. I'll just be back. അയ്യോ, ആ സ്പാനിഷ് ഫ്ലൈ തിരിപ്പുണ്ട്. ആ തെണ്ടിക്ക് പുറത്തിരുന്ന് കാപ്പി പിടിച്ച് ഇറങ്ങില്ലേ? മെന്റലിസ്റ്റ് ആവുമ്പോൾ വഴിയുണ്ടോടാ? എൻ്റെ 6 മാസത്തെ പണി അവൻ 5 മിനിറ്റ് കൊണ്ട് വളച്ചെടുത്തൊന്നും പോണു. ഏയ്, Sorry. There's something really special about your eyes. You know that? ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? Can I take one pic? No. Later. No. 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 ഏയ്, അവിടെ പോയിരിക്കും. ഏയ്, ചിരിക്കേ. ഒന്നും അറിയാത്ത കുട്ടിയാവും. നിനക്കൊരു ടെൻഷനില്ലടാ. പിന്നെ എൻ്റെ കുഞ്ഞമ്മടെ മോളല്ലേ ഇത്. നോക്കണ്ട. അവന്റെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ലല്ലോ. അവളോട് പഞ്ഞിക്കിട്ടാ. നാളെ വീട്ടിൽ വരില്ലേ? വീട്ടിലാ? I'll try.
Try ചെയ്താ പോരാ. You must come. Okay? Bye. ബൈ. Bye. ഓ ബൈ. എന്തായി? എന്ത്? അവളുടെ മേത്താരുടെ ബാധ കൂടിയതല്ലേ? ഈ ബാധ എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ പറ്റിക്കാനുള്ള ചിലരുടെ നമ്പറല്ലേ? ഷീസ് പെർഫെക്റ്റ്ലി നോർമൽ. ദേ നോക്കി. പാവം കുട്ടിയില്ലേ? വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഇവിടെ ഒരു കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരാളുണ്ട്. സുഹാനിസ് അല്ലെങ്കിൽ പിന്നെ അതാരാ? അതിന് ഞങ്ങളോട് ഇത്ര ദേഷ്യം എന്താ? ജോൺ, വാട്ട്സ് ദ സൊല്യൂഷൻ? I don't know. We'll try.